എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടയർ വെയർ പാറ്റേൺ മനസ്സിലാക്കുകയും അതിന്റെ കാരണങ്ങൾ തിരിച്ചറിയുകയും പരിഹാര മാർഗങ്ങൾ നൽകുകയും ചെയ്യും. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നമുക്ക് കഴിയുന്നത് വ്യത്യസ്ത തരം ടയർ വെയർ മനസ്സിലാക്കൽ, ടയർ തേയ്മാനത്തിന്റെ കാരണങ്ങൾ തിരിച്ചറിയൽ, ടയർ തേയ്മാനം പരിഹരിക്കാൻ പരിഹാരങ്ങൾ കണ്ടെത്തൽ. ഇതിനാവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും വസ്തുക്കളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനി ടൂൾ കിറ്റ് 1, പ്രഷർ ഗേജ് 1, ഇൻസ്പെക്ഷൻ ലാബ് വിത്ത് കാർഡ് 1, വീൽ സ്പാനർ സെറ്റ് 1. ആവശ്യമായ ഉപകരണങ്ങൾ: കംപ്രസർ 1, ജാക്ക് 1. ആവശ്യമായ മെറ്റീരിയലുകൾ: ആവശ്യാനുസരണം കോട്ടൺ വേസ്റ്റ്, ആവശ്യത്തിന് എണ്ണപാത്രം. നമുക്ക് നേരിടാൻ കഴിയുന്ന വിവിധ തരം ടയർ വെയറുകൾ നോക്കാം. ഷോൾഡറിലെ റാപ്പിഡ് വെയർ, സെന്ററിലെ റാപ്പിഡ് വെയർ, ക്രാക്ക് ടയറുകൾ, ഒരു ഭാഗത്തുണ്ടാകുന്ന തേയ്മാനം, ഫെദർ എഡ്ജ്, ബാൾഡ് സ്പോട്ടുകൾ, സ്കല്ലോപ്ഡ് വെയർ. വിവിധ തരത്തിലുള്ള ടയർ വെയർ തിരിച്ചറിയാൻ നമ്മൾ ഇപ്പോൾ പഠിക്കും. 2 ചക്രങ്ങളിലും ഉണ്ടാകുന്ന ഫെദർഡ് വെയറുകൾ ടോയ് വെയറിനെ സൂചിപ്പിക്കുന്നു. അൺഈവൻ വെയർ പാറ്റേൺ ക്യാമ്പേൺ വെയറിനെ സൂചിപ്പിക്കുന്നു. ടയർ ട്രെഡിന്റെ ചുറ്റളവിൽ ക്രമരഹിതമായ ടയർ തേയ്മാനം കപ്ഡ് വെയർ സൂചിപ്പിക്കുന്നു. ടയറുകളുടെ വൈവിധ്യമാർന്ന വലുപ്പം കാരണം തേയ്മാനം ഉണ്ടാകാം. കുറഞ്ഞ എയർ മർദ്ദം കാരണം ഔട്ട്സൈഡ് എഡ്ജുകളിൽ ഓവർ വെയറിന് കാരണമാകും. ഉയർന്ന എയർ പ്രഷർ കാരണം ടയറിന്റെ മധ്യഭാഗത്ത് അമിതമായ തേയ്മാനം സംഭവിക്കാം. സമമല്ലാത്ത ടയർ തേയ്മാനത്തിനുള്ള കാരണങ്ങൾ: ടയറിന്റെ അണ്ടർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഓവർ ഇൻഫ്ലേഷൻ, ടയറിന്റെ റൊട്ടേഷന്റെ അഭാവം, വാഹനത്തിന്റെ അമിത വേഗത, അധിക ക്യാമ്പർ, തെറ്റായ ടോയ്, അസന്തുലിതമായ വീൽ അല്ലെങ്കിൽ ടയർ ഡിഫക്റ്റ്, ടയറുകളുടെ തെറ്റായ അലൈൻമെന്റും സസ്പെൻഷനും. സമമല്ലാത്ത ടയർ തേയ്മാനത്തിലുള്ള പരിഹാരങ്ങൾ: ടയർ എയർ പ്രഷർ നിർദ്ദിഷ്ട ലെവലിലേക്ക് സെറ്റ് ചെയ്യുക. നിർദ്ദിഷ്ട ലെവലിലേക്ക് ടയർ ക്യാമ്പർ സെറ്റ് ചെയ്യുക. നിർദ്ദിഷ്ട ലെവലിലേക്ക് ടോയ് സെറ്റ് ചെയ്യുക. വീൽ ഡൈനാമിക് ബാലൻസ് ചെയ്യുക. സസ്പെൻഷൻ പരിശോധിച്ച് ഇടയ്ക്കിടെ ടയർ തിരിക്കുക. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് വ്യത്യസ്ത തരം ടയർ വെയറുകൾ മനസ്സിലാക്കുക, ടയർ വെയറിന്റെ കാരണങ്ങൾ തിരിച്ചറിയുക, ടയർ തേയ്മാനം പരിഹരിക്കാൻ പരിഹാരങ്ങൾ കണ്ടെത്തുക. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.